ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ഒരു വർഷമായി വേദപുസ്തകം ക്രമമായി വായിക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന് ഞാൻ ആദ്യമേ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ പ്രാദേശികമായ ഭാഷയിൽ തിരുവചനം നമ്മുടെ കരങ്ങളിലേക്ക് എത്തുവാൻ ഇടയായതിൻ്റെ ഒരു ലഘു ചരിത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. 1784 ഡിസംബർ 16 വെയിൽസിലെ ടിൻഡോൾ എന്ന ഗ്രാമത്തിലെ ഒരു നിർധന കുടുംബത്തിൽ ദൈവഭക്തരായ ജേക്കബിൻ്റെയും മോളിയുടെയും മകളായി മേരി ജോൺസ് ജനിച്ചു. ഞായറാഴ്ചകളിൽ അവർ ക്രമമായി ദേവാലയത്തിൽ പോകുകയും അവിടെ വായിക്കുന്ന വചനങ്ങൾ മനഃപ്പാഠമാക്കുകയും ചെയ്തിരുന്നു. അതിന് കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, അന്ന് വേദപുസ്തകം സുലഭമായി ഇല്ലായിരുന്നു. 2, മേരിക്ക് വായിക്കുവാനും അറിയില്ലായിരുന്നു. എന്നാൽ മേരിക്ക് 9 വയസ്സുള്ളപ്പോൾ അവളുടെ ഗ്രാമത്തിൽ ഒരു സഞ്ചരിക്കുന്ന വിദ്യാലയം വന്നു. വെറും 2 മാസം മാത്രമേ ആ സ്കൂൾ ഒരിടത്ത് പ്രവർത്തിക്കുകയുള്ളൂ. മേരിയും വെറും 2 മാസങ്ങൾ കൊണ്ട് വെൽഷ് എന്ന ഭാഷ പൂർണ്ണമായി പഠിച്ചെടുത്തു. ഇതിനു പിന്നിലെ മേരിയുടെ കഠിന അധ്വാനം വളരെ അധികം പ്രശംസനീയമാണ്, അല്ലേ? ക്രമേണ ഒരു ബൈബിൾ സ്വന്തമാക്കുക എന്ന ആഗ്രഹം വെറും 9 വയസ്സുള്ള മേരിയുടെ കൊച്ചു മനസ്സിൽ ഉടലെടുത്തു. എന്നാൽ വെറും ഒരു നെയ്ത്തുകാരൻ്റെ മകൾക്ക് അത് സാക്ഷാത്കരിക്കാനാകാത്ത ഒരു സ്വപ്നമായിരുന്നു. എങ്കിലും ദൈവവചനത്തോടുള്ള ആഴമായ സ്നേഹം അവളെ കഠിന പ്രയത്നത്തിലേക്ക് നയിച്ചു. പണസമ്പാദനത്തിനായി അവൾ കോഴികളെ വളർത്തി. പിതാവിൻ്റെ തേനീച്ചകൾ പരിപാലിച്ചു. അടുത്തുള്ള പാടങ്ങളിൽ പണിയെടുത്തു. ഇങ്ങനെ കിട്ടുന്ന ചെറിയ പെൻസ്, വെയിൽസിലെ ചെറിയ നാണയത്തിന് പറയുന്ന പേരാണ് പെൻസ് എന്ന്. അങ്ങനെ അവൾക്ക് കിട്ടിയിരുന്ന പെൻസുകളെല്ലാം അവൾ കൂട്ടിവെച്ചു. തൻ്റെ ഭവനം നിത്യദാരിദ്ര്യത്തിലാണെങ്കിലും ദൈവം തനിക്കൊരു ബൈബിൾ സ്വന്തമായി നൽകുമെന്ന ഉറച്ച വിശ്വാസം ആ ചെറിയ പെൺകുട്ടിയിൽ ഉണ്ടായിരുന്നു. തൻ്റെ കുടുംബം പലപ്പോഴും പട്ടിണിയിലായിരുന്നിട്ടും അവൾ മറ്റെല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് സ്വന്തമായി ഒരു ബൈബിൾ വാങ്ങുവാൻ പണം സമ്പാദിച്ചത് അവളിലെ വലിയ ത്യാഗത്തിൻ്റെ മനോഭാവമാണ്. ദൃഢമായ ദൈവവിശ്വാസവും സഹനവും ക്ഷമയും നമുക്ക് ഇവിടെ മേരിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതും അതിലധികവും നമ്മൾ നൽകിയാലും മേരി എന്ന ഈ പെൺകുട്ടിയിൽ കാണുന്ന മൂല്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ദീർഘമായ 6 വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ മേരിക്ക് 15 വയസ്സാണ് പ്രായം. തൻ്റെ സന്തോഷം അടക്കുവാനാകാത്ത മേരി താൻ സമ്പാദിച്ച പണവും മാതാപിതാക്കളും മറ്റു ചില സ്നേഹിതരും തനിക്ക് നൽകിയ ചില പെൻസും കൂട്ടിവെച്ച് ഒരു പ്രഭാതത്തിൽ അവൾ തൻ്റെ വീട്ടിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള ബാല എന്ന പട്ടണത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര തിരിച്ചു. കാടും മേടും കടന്ന് ക്രൂര സംഘങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണം തെല്ലിട ഭയക്കാതെ നഗ്നപാതയായി യാത്ര ചെയ്തത് അവളിലെ ധൈര്യവും വളരെ സാഹസികതയും നിറഞ്ഞ ഒരു പ്രവർത്തനമായിരുന്നു. ബാലയിലെത്തിയ മേരിക്ക് നിരാശയായിരുന്നു ഫലം. കാരണം അവൾക്കറിയാവുന്ന വെൽഷ് എന്ന ഭാഷയിലെ ബൈബിൾ അവിടെ മേടിക്കുവാനായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ അവിടെയുണ്ട്. ആ ഭാഷ അവൾക്ക് അറിയുകയും ഇല്ല. ഇവിടെ ഏറെ വേദനിച്ച ആ പെൺകുട്ടിയെ ദൈവിക കരുതൽ എന്ന വണ്ണം റവറൻഡ് തോമസ് ചാൾസ് എന്ന മേരിക്ക് ബൈബിൾ കൈമാറിയ പുരോഹിതൻ ആ ബാലികയുടെ ത്യാഗവും കണ്ണുനീരും അവളുടെ ദീർഘവർഷത്തെ അധ്വാനവും മനസ്സിലാക്കി തൻ്റെ സ്നേഹിതന് വിറ്റതായ വെൽഷ് ഭാഷയിലെ ഒരു ബൈബിൾ അവൾക്ക് തിരികെ വാങ്ങി നൽകുകയുണ്ടായി. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൾ തൻ്റെ ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഭവനത്തിലേക്ക് ഓടുകയായിരുന്നു. പ്രിയമുള്ളവരെ, മേരി ജോൺസിൻ്റെ ഇത്തരത്തിലെ ആഗ്രഹവും നിശ്ചയദാർഢ്യവുമാണ് ഇന്ന് നാം കാണുന്ന ബൈബിൾ സൊസൈറ്റി എന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ ആരംഭത്തിന് കാരണം. അങ്ങനെ മേരി എന്ന ഈ ചെറിയ പെൺകുട്ടിയുടെ ആഗ്രഹപ്രകാരമാണ് ഇന്ന് നമുക്കും നമ്മുടെ ഭാഷയിൽ വേദപുസ്തകം ലഭിക്കുവാനായിട്ട് ഇടയായത്. അതിനാൽ എന്നും എപ്പോഴും എനിക്കും നിങ്ങൾക്കും മേരി ജോൺസ് ഒരു പ്രചോദനമായി തീരട്ടെ. പ്രിയമുള്ളവരെ, വേദപുസ്തകം വായിക്കുവാനും പഠിക്കുവാനും തടസ്സമായി നമ്മിൽ വന്നു പോകുന്ന അലസതകളെ സങ്കടപൂർവ്വം നമുക്ക് ദൈവത്തോട് ഏറ്റുപറയാം. തുടർന്നും ക്രമമായി തിരുവചനം വായിക്കുവാൻ, പഠിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.